ഇതാരത്? ഇല്ല സുനിതയാണ? മനസ്സിലായി. സുനിതക്ക് ഇത്രയും ഹൈറ്റ് ഇല്ല. ഇല്ല, ബാക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് രേഷ്മയാണെന്നാണ്. രേഷ്മ തന്നെയാണ്. കള്ളി എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി തിരിഞ്ഞു നിക്കണല്ലേ? തരാടാ. അതെ രേഷ്മേ, അപ്പൊ എന്നോട് സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് എന്നെ കാണാൻ വേണ്ടി വന്നത്. അതെ, കൂടുതലേറെ ഇവിടെ നിൽക്കണ്ട. എനിക്കൊരു ഭാര്യയുണ്ട്, ഒരു കുടലാണ്, പുറത്തു പോയേക്കാണ്. അവള് വന്ന് കണ്ടു കഴിഞ്ഞാലല്ല പിന്നെ അത് മതി ഇന്നത്തേക്ക്. അല്ലെങ്കിൽ വേണ്ട, എന്റെ ചക്കര ഇവിടെ നിന്നോ. അവള് വരുമ്പോ ഞാൻ പറയാ ചെടി മേടിക്കാൻ വന്നേക്കണ കസ്റ്റമറാണ്. നീയായിരുന്നത്? അല്ല, നീ ഒരു അലമ്പ് സാരി ഉടുത്ത് മുടി കെട്ടാതെ ഇങ്ങനെ തേരാപ്പാര നടക്കണ പെണ്ണ്, നീ എന്താണ് ഈ കോലത്തില്? അതിന്റെ മറുപടി ഞാൻ പിന്നെ പറയാം. ഈ രേഷ്മ ആരാ? ഏത് രേഷ്മ? അല്ല, ഇപ്പൊ പറഞ്ഞ രേഷ്മ. അത് ചെടി മേടിക്കാൻ വന്ന കസ്റ്റമർ. എന്ത് ചെടി? അല്ല, ചെടി മേടിക്കാന്നോ വരാന്നോ പറഞ്ഞിട്ടുള്ളൂ, വന്നിട്ടില്ല. എപ്പോ വരും? വരും. കോളിംഗ് ഫ്ലവർ. കോളിംഗ് ഫ്ലവറോ? കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്ലവർ മേടിക്കാൻ വരുമെന്ന്. അതാണ് പറഞ്ഞത്. നിങ്ങൾ കടന്ന് ഉരുണ്ടതൊക്കെ മതി. നിനക്ക് ഇപ്പോഴും എന്നെ സംശയമാണോ? എടി, നിനക്കറിയാമോ, ഞാനൊരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാറില്ല. അതെനിക്കറിയാലോ, നിങ്ങൾ മുഖത്ത് നോക്കാറില്ലെന്ന്. അതുകൊണ്ടാണല്ലോ രേഷ്മയുടെ ബാക്ക് കണ്ടപ്പോ മനസ്സിലായത്. നീ അത് കള. ഇത് കണ്ട, ഈ ചെടികളുടെ കടയിൽ എന്തോരം കളയാണ്. നീ അതങ്ങ് പറിച്ച് കള. നിങ്ങൾ ആദ്യം എന്റെ മെക്കെട്ട് കേറുന്നത് കള, എന്നിട്ട് ഈ കൈക്കോട്ടെടുത്ത് കേള. അങ്ങനെ ഈ കളകളെല്ലാം പറിച്ച് കള. കേളവാ. എന്റെ സായമ്പള്ളൂരത്തിന്റെ പെങ്ങളെ, നീ ഒന്നും മിണ്ടാതിരിക്കോ, പ്രാസം വിട്ടുകളാ. നീ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായി, ഒന്നും പറഞ്ഞില്ല. ഓ എന്റെ പൊന്നു ചേട്ടാ, ഞാനേ കൊറേ കാലത്തിന് ശേഷമല്ല എന്റെ കൂട്ടുകാരിയെ കാണുന്നേ. അപ്പൊ അവളുടെ മുമ്പിൽ ഒട്ടും നമ്മൾ മോശക്കാരാവാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് വേറൊരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി നല്ല മോഡേൺ ഡ്രസ്സൊക്കെ അവളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഷൈൻ ചെയ്ത്. അങ്ങനെ നിന്നെ ഈ രൂപത്തിൽ എനിക്ക് കാണാൻ പറ്റി. അതുകൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ രൂപം എനിക്കും കാണാൻ പറ്റി. അതുപോട്ടെ, നീ എന്താ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ അവിടുത്തെ വിശേഷം? ഓ എന്റെ പൊന്നെ, അവള് ഹോസ്പിറ്റലിൽ തന്നെയാണോ കിടക്കണേ? എന്റെ പൊന്നെ, എന്തൊരു പത്രാസാണേ ചേട്ടാ. ഒരു 8 കിലോന്റെ പുട്ടി മുഖത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്കും ഐലൈനറും മസ്കാരയും. അയ്യോ എന്തൊരു ചാടയാണേ. പിന്നുണ്ടല്ലോ, അവളുടെ കാതില് 2 കമ്മല് കിടക്കുന്നുണ്ട് ജിമിക്ക്. അതിന് 108 കല്ല്. ഇതെന്താണ് വല്ല പരവണി കൊടുക്കണുണ്ടോ? കല്ലിറക്കിയിട്ടേക്കണം. ആ കല്ലല്ല, ഇത് വെറുതെ തന്നെ ആക്കല്ലേ. അതല്ല പറഞ്ഞത്, ഈ കുഞ്ഞാന്ന് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ. എനിക്ക് മനസ്സിലായി. പിന്നുണ്ടല്ലോ, നോക്കിയ കഴുത്തിലെ 2 വരി മണിമാല. അത് ഒരു സൈഡിലാണെങ്കിൽ ഉണ്ടല്ലോ 84 മണി. എന്റെ പൊന്നെ, ആ നേരം കൊണ്ട് നീ അതിന്റെ എണ്ണ കൊടുത്ത. പിന്നല്ലാണ്ട് ഞാൻ എന്തിനാ പോയെന്ന വിചാരം. പിന്നുണ്ടല്ലോ, പാദസരത്തിന്റെ കാര്യം പറയാ. പാദസരത്തിന്റെ കാര്യം എനിക്ക് കേൾക്കണ്ട, അത് പോട്ടെ. ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി? കൂട്ടുകാരിക്ക് എന്തായിരുന്നു അസുഖം? കൂട്ടുകാരുടെ ചോദിക്കാൻ മറന്നുപോയല്ലേ? എടീ, കൊച്ചു വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റ് കൂട്ടുകാരുടെ ഡ്രസ്സും കടമാങ്ങി നീ എന്തിനാണ് പോയത് അങ്ങോട്ട്? ശരിയാണല്ലേ, സാലിപ്പോ വാട്സപ്പിൽ ചോദിച്ചാ പോരെ. കുഴപ്പമൊന്നുമില്ല. അതെ, ഞാൻ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യാൻ പോവാണേ. എന്താ? ഞാൻ ഈ പറമ്പിൽ നിന്ന് പണി എടുക്കുമ്പോ മാത്രം നീ അകത്ത് മ്യൂസിക് പ്രാക്ടീസ് ചെയ്താ എന്താ ചേട്ടോ? അല്ലെങ്കിൽ നിന്റെ ഈ നിലവിളി കേട്ട് ആരെങ്കിലും വരുമ്പോ ഞാൻ നിന്റെ കൊരക്കരി പിടിച്ചതാണെന്ന് കരുതുള്ളൂ. വെറുതെ പറയണോ? താരോ ചെടി മേടിക്കാൻ വരുന്നുണ്ട്.